ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ജട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്, അതിൻ്റെ ഉത്തരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പേജ് നമ്പർ 11 മുതലാണ് നമുക്ക് ആക്ടിവിറ്റീസ് തുടങ്ങുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി കഹാനി കെ പാത്രോം കി വിശേഷതായേം പഹ്ചാനേം സഹി മിലാൻ കരേ. തന്നിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഈ കഥയിൽ 2 കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളുടെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട, അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വലത്തെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഇത് ചേരുന്നത് എന്ന് മാച്ച് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം കാഗസ് കി നാവ് ബനാന ആത്താ ഹേ. കടലാസ് വഞ്ചി ഉണ്ടാക്കാൻ അറിയാം. ആർക്കാണ് കടലാസ് വഞ്ചി ഉണ്ടാക്കാൻ അറിയുന്നത്? അതെ, നട്ട്കട്ടിനാണ്. അപ്പോൾ നമ്മളിവിടെ നട്ട്കട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹേ, ഇതാണ് ഒന്നാമത്തെയാണ് വരിക കേട്ടോ. ഇനി നദിമേ തൈർന ആത്താ ഹേ. നദിയിൽ നീന്താൻ അറിയാം. ആർക്കാണ് അറിയുന്നത്? ജട്ട്പട്ടിന്. അപ്പോൾ അവിടെ ജട്ട്പട്ട് കോ നദിമേ തൈർന ആത്താ ഹേ. നെക്സ്റ്റ് ബാഗ് സെ ആം തോടുത്താ ഹേ. തോട്ടത്തിൽ നിന്ന് മാങ്ങ പറിക്കും. ആരാണ്? നട്ട്കട്ട്. നട്ട്കട്ട് കോ ബാഗ് സെ ആം തോടുത്താ ഹേ. മാം സെ ശിക്കായത്ത് കർത്താ ഹേ. അമ്മയോട് പരാതി പറയുന്നു. ആരാണ് അമ്മയോട് പരാതി പറഞ്ഞത്? ജട്ട്പട്ട്. ജട്ട്പട്ട് കോ മാം സെ ശിക്കായത്ത് കർത്താ ഹേ. നെക്സ്റ്റ് ബർഗദ് കി ജഡേ പക്കഡ് കർ ജൂല ജൂൽത്താ ഹേ. ആൽമരത്തിൻ്റെ വേര് പിടിച്ച് ഊഞ്ഞാലാടുന്നു. ആരായിരുന്നു? നട്ട്കട്ട്. നട്ട്കട്ട് കോ ബർഗദ് കി ജഡേം പക്കഡ് കർ ജൂല ജൂൽത്താ ഹേ. छोटे का हाथ पकड़ झूलता है. छोटे का हाथ पकड़ कर दौड़ाता है. അനിയൻ്റെ കൈ പിടിച്ച് ഓടുന്നു. ആരാണ് ഓടിപ്പിച്ചത്? ജട്ട്പട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. കഹാനി സെ ശബ്ദ് ജോഡെ ചുനെ അപ്പനെ വാക്യോമേ പ്രയോഗ് കരേ എന്നതാണ്. കഥയിൽ നിന്ന് ജോഡിയായി വരുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കാം, സ്വന്തം വാക്യത്തിൽ പ്രയോഗിക്കാം. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബായി ഔർ മേം സാത്ത് സാത്ത് പഠിത്തേ ഔർ സാത്ത് സാത്ത് ഹി ഗേൽത്തേ. ചേട്ടനും ഞാനും ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതേപോലെ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് എഴുതാം. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. അതിലൊന്നാമത്തെ നമുക്ക് ബായി തേസ് തേസ് ചൽത്ത ഔർ മേം ധീരെ ധീരെ ചൽത്ത. ചേട്ടൻ സ്പീഡിൽ പോകുന്നു, ഞാൻ പതുക്കെ പതുക്കെ പോകുന്നു. അടുത്തത് മേ സ്കൂൾ ജാത്തെ വക്ത് പുൽസെ നദി കി ഔർ ബാർ ബാർ ദേഖ്ത. ഞാൻ പാലത്തിലൂടെ പോകുമ്പോൾ താഴെ നദിയിലേക്ക് വീണ്ടും വീണ്ടും നോക്കുന്നു. അതുപോലെ മേ കാഗസ് കി നാവേ ഏക് ഏക് കർക്കെ പാനി മേ ബഹാത്ത. ഞാൻ കടലാസ് വഞ്ചി ഓരോന്നോരോന്നായിട്ട് വെള്ളത്തിലേക്ക് ഒഴുക്കി. അടുത്തത് ആലസ് കെ കാരൻ മേ രോത്തെ രോത്തെ സ്കൂൾ ജാത്ത. മടി കാരണം ഞാൻ രോത്തെ രോത്തെ കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. ഇതുപോലെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ കുട്ടികൾ അത് കണ്ടെത്തുമല്ലോ. കൂട്ടുകാരെ, ഇനി പേജ് നമ്പർ 12 സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്നൊരു ക്വസ്റ്റ്യൻ കാണാം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ദോനോം ബായി അപ്പനെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹേ. 2 സഹോദരന്മാരും അവരുടെ ഗ്രാമത്തിൽ പഠിക്കുന്നു. ശരിയാണോ? അല്ല. രണ്ടാമത്തെ നട്ട്കട്ട് കോ ഗിട്ടി പൈറാന ആത്താ ഹേ. നട്ട്കട്ടിനെ കല്ലെറിയാൻ അറിയാം. ശരിയാണ്. നട്ട്കട്ട് ഹമേശ രോത്താ ഹുയേ സ്കൂൾ ആത്താ ഹേ. നട്ട്കട്ട് എന്നും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അത് തെറ്റാണ് അല്ലേ? കരയുന്നതൊന്നും നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടില്ല. ഇനി ബഡാബായി 5വീം കക്ഷാമേ പഠിത്താ ഹേ. ചേട്ടൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് ശരിയാണ്. ലാസ്റ്റ് झटपट को स्कूल के रास्ते में कई बार छोटे का इंतजार करना पड़ता है. झटपट സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് തവണ അനിയനെ കാത്തിരിക്കാറുണ്ട്. അതും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ അനുഭവ് ബാണ്ഡേ. അനുഭവ് ബാണ്ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവം പങ്കുവെക്കാം എന്നാണ്. ഇവിടെ झटपट और नटखट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा കർത്തേ ഹേ. ഇസി പ്രകാർ കാ ആപ്കാ കോയി അനുഭവ് ബാണ്ഡേ. ഇതേപോലെയുള്ള നിങ്ങളുടെ അനുഭവമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങളുടെ അനുഭവമാണ് എഴുതേണ്ടത്. ഇവിടെ ആൻസർ ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. स्कूल में 5वीं कक्षा में पढ़ते वक्त मेरा दोस्त था राम
വഹ് ചെസ് ഖേൽനെ മേ നിപുണത, അവന് ചെസ് കളിക്കാൻ നല്ല കഴിവായിരുന്നു. ഫിർ ബി വഹ് ഗണിത് മേ പിച്ചടേത, പക്ഷേ അവന് മാത്സ് അറിയില്ലായിരുന്നു. മേ ചെസ് ഖേൽന പസന്ത് ത, എനിക്ക് ചെസ് കളിക്കാൻ ഇഷ്ടമായിരുന്നു. ലേക്കിൻ ചെസ് ഖേൽന നഹി ആത്ത, പക്ഷെ എനിക്ക് ചെസ് കളിക്കാൻ അറിയില്ല. ഏക് ദിൻ രാം നെ കഹാ കി വഹ് മുझे ചെസ് ഖേൽന സിക്കായേ, എനിക്ക് ചെസ് കളിക്കാൻ പഠിപ്പിച്ചു തരാം. ഇസ്കെ ബദലെ മേ മുസേ ഗണിത് സിക്കാന, അതിനു പകരം നീ എനിക്ക് മാത്സ് പഠിപ്പിച്ചു തരണം. ഹം ദോനോ വാദ കിയെ, ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വാക്ക് കൊടുത്തു. കുച്ച് ദിനോം കെ ബാദ് ഹം ദോനോ ചെസ് ഔർ മാത്സ് മേ അച്ഛേ ബനെ, ഞങ്ങൾ രണ്ടുപേരും ചെസ്സും അതുപോലെ മാത്സും നന്നായി ചെയ്തു, നന്നായി പഠിച്ചു. ഹമാരി ദോസ്തി ബി ബഡി, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വളർന്നു. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കാം. അടുത്തത് പോസ്റ്റർ തയ്യാർ കരെ, പോസ്റ്റർ ചെയ്യാനുള്ളതാണ്. झटपट ने नदी में कूदकर नटखट की जान बचाई. मान ले इस पर स्कूल में बधाई समारोह हो रहा है. इसके लिए പോസ്റ്റർ തയ്യാർ കരെ, അതിനുവേണ്ടി നിങ്ങൾ പോസ്റ്റർ ഇവിടെ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി പോസ്റ്റർ ഇപ്പോൾ തയ്യാറാക്കാം. പോസ്റ്ററിന് ഹെഡിങ് കൊടുക്കുക. ഞാനിവിടെ ABC സ്കൂൾ കൊല്ലം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബായി കി ജാൻ ബച്ചായി ജട്ട്പട്ട് കോ ബധായിയാം. ബധായി സമാരോഹം എന്ന് കുറച്ച് വലുതാക്കി എഴുതണം കേട്ടോ. എന്നിട്ട് അതിൽ സ്ഥാനും സമയവും താരീഖാണ് കൊടുത്തിട്ടുള്ളത്. സ്ഥാൻ സ്കൂൾ സഭാഗൃഹ്, സമയ് 2 ബജെ, താരീഖ് ഒരു ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. ഇവിടെ ഞാൻ 12 ജൂൺ 2024. ഉദ്ഘാടൻ പ്രധാന അധ്യാപക്, ലാസ്റ്റ് സബ്കാ സ്വാഗത്. അപ്പോൾ ഈ പോസ്റ്റർ എല്ലാവരും നന്നായിട്ട് എഴുതിയെടുക്കുക, നല്ലതുപോലെ പഠിക്കുക. അടുത്ത ആക്ടിവിറ്റി ചർച്ചാ കരേ. मान ले आपको तैरना नहीं आता, नटखट की जान बचाने के लिए आप क्या करते. നിങ്ങൾക്ക് നീന്തൽ അറിയില്ല എന്ന് കരുതുക, നട്ട്ഖട്ടിൻ്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എന്തു ചെയ്യും, ഇതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ വായിക്കാം. नटखट पानी में गिरते देखकर मैं जोर से चिल्लाकर लोगों को बुलाऊंगा. അതായത് നട്ട്ഖട്ട് പാനിയിൽ മുങ്ങുന്നത് കണ്ടാൽ ഞാൻ ഉറക്കെ ആളുകളെ വിളിക്കും, കരഞ്ഞുകൊണ്ട് വിളിക്കും. ഔർ ഉസ്കെ ബച്ചാനെ കെ ലിയെ ഉൻമേ പ്രാർത്ഥന കരൂങ്ക, പിന്നീട് അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവിടെ പ്രാർത്ഥിക്കും. ലോഗോം കെ സാത്ത് മേം വഹാം ഖഡേ ഹോക്കർ ഉസെ ബച്ചാനെ കെ പ്രയാസ് മേം ഭാഗ് ലൂങ്ക, അതേപോലെ ആളുകളുടെ കൂടെ ഞാനും നട്ട്ഖട്ടിനെ രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് ആവുന്നത് ശ്രമിക്കും. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി समझें लिखें. नमूने देखें, രേഖാങ്കിത अंश पर ध्यान दें, അർത്ഥഭേദ समझें. ഇതൊരു ഗ്രാമർ വേർഷനാണ്. മാതൃക നോക്കി അടിവരയിട്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കാം, അർത്ഥവ്യത്യാസം മനസ്സിലാക്കാം. ഇവിടെ ആദ്യം झटपट दौड़ लगाता है, അപ്പോൾ മറ്റേ സൈഡിൽ झटपट दौड़ लगा रहा है. ഇവിടെ झटपट ഓടാൻ തുടങ്ങുന്നു എന്നും മറ്റേ സൈഡിൽ झटपट ഓടാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് എഴുതിയിട്ടുള്ളത്. അതായത് കണ്ടിന്യൂസ് ടെൻസ് ആണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നോക്കാം. झटपट और नटखट दौड़ लगाते हैं, झटपട്ടും നട്ട്ഖട്ടും ഓടാൻ തുടങ്ങുന്നു. അപ്പോൾ മറ്റേ സൈഡിൽ झटपട്ടും നട്ട്ഖട്ടും ഓടാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് മछली തൈർത്തി ഹേ, മത്സ്യം നീന്തുന്നു. മछली തൈർ രഹി ഹേ, മത്സ്യം നീന്തിക്കൊണ്ടിരിക്കുന്നു. നദിയാ ബഹ്തി ഹേ, നദികൾ ഒഴുകുന്നു. നദിയാ ബഹ് രഹി ഹേ, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ, തന്നിട്ടുള്ള മാതൃകയനുസരിച്ച് നമുക്ക് വാക്യങ്ങൾ മാറ്റി എഴുതണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കിക്കോളൂ. ആദ്യത്തെ നട്ട്ഖട്ട് രോത്താ ഹേ, അപ്പോൾ അവിടെ വരിക നട്ട്ഖട്ട് രോ രഹാ ഹേ. നെക്സ്റ്റ് ഇവിടെ ഈ സൈഡിൽ झटपट और नटखट स्कूल से आ रहे हैं എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരിക എന്താണ്, झटपट और नटखट स्कूल से आते हैं. നെക്സ്റ്റ് നാവ് ചൽ രഹി ഹേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിട്ടുപോയ ഭാഗത്ത് നാവ് ചൽത്തി ഹേ എന്ന് എഴുതണം. പിന്നെ ഇവിടെ സർദിയം ശുരു ഹോത്തി ഹേ എന്നാണ്. അപ്പോൾ വിട്ടുപോയ ഭാഗത്ത് സർദിയം ശുരു ഹോ രഹി ഹേ എന്നാണ് വേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തത് ബാത്ചീത്താണ്. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്. ഇവിടെ മാൻ ലേ നട്ട്ഖട്ട് ने घर पहुंचकर रास्ते
ബാത്ചീത്താണ് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ബാത്ചീത്ത് എന്ന് ഹെഡിങ് കൊടുക്കുക. മാം പറയാണ് ക്യാ ഹുവാ ബേട്ടാ, എന്ത് പറ്റി മോനെ? അപ്പം നട്ട്കട്ട് മാം ഏക്ക് ബാത്ത് ഹേ, അമ്മ ഒരു കാര്യമുണ്ട്. അപ്പം മാം ചോദിക്കുന്നു ബത്താവോ, പറയൂ. നട്ട്കട്ട് സ്കൂൾ സേ വാപ്പസ് ആത്തെ വക്ത് മേ ഗിർ പടാ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ വീണു. അപ്പം അമ്മ കഹാം, എവിടെ? അപ്പം നട്ട്കട്ട് പാനീമേ, വെള്ളത്തിൽ. മാം ക്യാ, കൈസേ, എന്താ, എങ്ങനെ? അപ്പം നട്ട്കട്ട് മേ നദീമേ നാവോം ബഹാരഹാദ, ഞാൻ നദിയിൽ വഞ്ചി ഉണ്ടാക്കി കളിക്കുകയായിരുന്നു. അപ്പം മാം ഫിർ നട്ട്കട്ട് ഭയ്യാനെ പാനിമേ കൂതുക്കർ മുജെ ബച്ചായ, ചേട്ടൻ വെള്ളത്തിൽ ചാടി എന്നെ രക്ഷിച്ചു. മാം ഹേ ഭഗവാൻ. അപ്പോൾ ഇതാണ് ബാത്ചീത്ത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ബാത്ചീത്താണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ജട്ട്പട്ട് ഔർ നട്ട്കട്ട് എന്ന നമ്മുടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ പാഠം മൊത്തത്തിൽ നമ്മൾ അതിൻ്റെ മലയാളത്തിലുള്ള ആശയവും കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്ത പാഠവും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.